തീരുവയുദ്ധത്തിൽ അമേരിക്കയെ നേരിടാൻ ഭാരതം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വിശദമായ ചർച്ച നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യയും ഭാരതവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കും. അതേസമയം അമേരിക്കയുമായുള്ള പ്രതിരോധ ഇടപാടുകൾ നിർത്തലാക്കി എന്ന വാർത്ത പ്രതിരോധ മന്ത്രാലയം നിഷേധിക്കുകയുമുണ്ടായി. ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, ഈ അടിയുറച്ച തീരുമാനത്തിൽ തന്നെ ഭാരതം മുന്നോട്ട് പോവുകയാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരും എന്നത് മാത്രമല്ല, റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അതായത് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ വെല്ലുവിളി പിന്നാലെ ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി സംസാരിച്ച ശേഷം അദ്ദേഹം പറയുന്നത് ഉക്രൈനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ പങ്കുവച്ചു എന്ന് പറയുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വർഷം ഇന്ത്യയിലെത്തുന്ന പുടിന് ആതിഥേയത്വം വഹിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതായി പ്രധാനമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്ക ഒഴിവാക്കി റഷ്യ, ചൈന, അതോടൊപ്പം തന്നെ ബ്രസീൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, ഒപ്പം ബ്രിക്സ് കൂട്ടായ്മ എന്നിവരെ കൂട്ടുപിടിച്ച് ഈ തീരുവ യുദ്ധത്തിൽ തിരിച്ചടിക്കാനാണ് രാജ്യത്തിന്റെ തീരുമാനം എന്ന് വ്യക്തമാകുന്നു. ഇപ്പോൾ മറ്റൊരു വിവരം കൂടി ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്, പ്രതിരോധ ഇറക്കുമതി അമേരിക്കയിൽ നിന്നും റദ്ദാക്കി എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. അതിപ്പോൾ പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് പുതിയ ഇന്ത്യയാണ്. ഭീഷണിയും വിരട്ടും കൊണ്ട് നിലപാടുകൾ മാറ്റുന്ന സർക്കാരല്ല ഡൽഹി ഭരിക്കുന്നത്. വ്യക്തമാണ്.